നമസ്കാരം. ഉത്സവകാല ആരംഭമാണ്. ഓരോ അമ്പലങ്ങളിലും ഉത്സവം തുടങ്ങിക്കഴിഞ്ഞു. ചില അമ്പലങ്ങളിലൊക്കെ അപ്പം പല ആൾക്കാർക്കും പ്രോഗ്രാം അവതരിപ്പിക്കാൻ ചിലപ്പോൾ പാട്ടായിരിക്കും, ചിലപ്പോൾ ഡാൻസ് ആയിരിക്കും, അല്ലെങ്കിൽ നമുക്ക് ഏതാണോ ഇഷ്ടമുള്ളത് അതൊക്കെ അവതരിപ്പിക്കാനുള്ള അവസരം അമ്പലങ്ങൾ നമുക്ക് തരാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് പ്രോഗ്രാമാണോ അവതരിപ്പിക്കേണ്ടത്, എവിടെയാണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് അവിടെ നേരത്തെ കാലത്തെ പോയി നിങ്ങൾ ബുക്ക് ചെയ്യണം. അല്ലെങ്കിൽ സമയമാകുമ്പോൾ നമ്മളങ്ങോട്ട് ചെയ്യുന്നത് നമ്മുടെ സ്വന്തം അമ്പലമാണെന്നൊന്നും പറഞ്ഞാൽ പോലും ചിലപ്പോൾ നമുക്ക് സമയം കിട്ടിയെന്ന് വരില്ല. അപ്പോൾ അങ്ങനെയുള്ളവർ നേരത്തെ അവിടുത്തെ ഉത്സവത്തിൻ്റെ സമയം അറിഞ്ഞ് നിങ്ങൾക്ക് കംഫർട്ടായിട്ടുള്ള സമയത്തിന് എനിക്കൊരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറല്ലേ സമയം തരണമെന്ന് നിങ്ങൾ നേരത്തെ കൊണ്ട് അപേക്ഷ വയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. പക്ഷേ അവസാന നിമിഷം ചെന്നാൽ കിട്ടത്തില്ല എന്നുള്ളൊരു വാർത്തയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. പറയാൻ പ്രത്യേകിച്ച് കാരണങ്ങളുണ്ട്. ഉത്സവം തുടങ്ങി കഴിയുമ്പോഴാണ് ചിലപ്പോൾ എനിക്കിവിടെ അവസരം കിട്ടുമോ, എനിക്ക് ഒരു സ്ഥലം 5 മിനിറ്റ് തരുമോ, അല്ലെങ്കിൽ 10 മിനിറ്റ്, ഒരു അരമണിക്കൂർ മതി എന്നൊക്കെ പറഞ്ഞ് ചിലർ വരുന്ന പല പ്രാവശ്യം ഞങ്ങളൊക്കെ പ്രോഗ്രാം അവതരിപ്പിക്കും കാണാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരോട് മാത്രമാണ് ഇത് പറയുന്നത്. നിങ്ങൾ എവിടെയാണോ പരിപാടി അവതരിപ്പിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് ആ അമ്പലത്തിൽ നേരത്തെ ചെന്ന് അവരുടെ ഉത്സവ സമയം ചോദിക്കുക, അതിൻ്റെ ബുക്കിങ്ങൊക്കെ ആയോ എന്ന് ചോദിക്കുക. നിങ്ങൾക്ക് കംഫർട്ടായിട്ടുള്ള സമയം ഇന്ന സമയത്ത് ഞങ്ങൾക്ക് ഒരു അരമണിക്കൂറിൽ 1 മണിക്കൂർ പ്രോഗ്രാം അവതരിപ്പിക്കാം, അല്ലെങ്കിൽ ഒരു ദിവസത്തെ പ്രോഗ്രാം അവതരിപ്പിക്കാൻ ഞങ്ങൾക്ക് അവസരം തരാമോ എന്ന് ചോദിക്കുക. പറ്റുമെങ്കിൽ അന്നേരപ്പം തന്നെ അപേക്ഷ വെക്കുക. മനസ്സിലായോ? അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ സമയത്തിന് ചെന്നാൽ അമ്പലങ്ങൾ നമ്മുടെ സ്വന്തം അമ്പലമാണെങ്കിൽ പോലും ചിലപ്പോൾ അവർക്ക് തരാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ പിന്നെ അവിടെ പ്രശ്നങ്ങളായി, വഴക്കായി, അങ്ങനെയൊക്കെയുള്ള ചില സംഭവങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. പിന്നെ അറിയേണ്ട കാര്യം, നേരത്തെ നിങ്ങൾ ചെയ്യേണ്ട പ്രോഗ്രാമിൻ്റെ കാര്യങ്ങൾ, അതായത് ഈ പറഞ്ഞ പാട്ടുകളൊക്കെ 1, 2, 3 ഡിവൈസിലെങ്കിലും നിങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചേക്കണം. കാരണം ഞങ്ങൾ കഴിഞ്ഞ വർഷം കണ്ടതാണ്. അതിനതുപോലെ വലിയൊരു വഴക്കും ഒരു അടിപിടി വരെ നടന്നൊരു സംഭവം നമ്മൾ കണ്ടു. അതായത് അവർ പാട്ട് ഈ പറഞ്ഞ പോലെ പെൻഡ്രൈവിനകത്തോ മറ്റോ ഉണ്ടായിരുന്നു, അത് വർക്ക് ചെയ്തില്ല. അതായത് 1, 2, 3 എന്ന് പറഞ്ഞാണ്. അപ്പം ഈ ഓപ്പറേറ്റർ എന്ത് ചെയ്തു, ഒന്നാമത്തെയാണെന്ന് വിചാരിച്ച് ഒന്നാമത്തെ ഇട്ടു, പക്ഷേ അത് 5ാമത്തെ 6ാമത്തെ പാട്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് എത്രയാണോ ആ കൃത്യമായിട്ടുള്ള 1, 2, 3 എന്നുള്ള ആ ലിസ്റ്റ് പോലെ തന്നെ വേണം നിങ്ങളത് പെൻഡ്രൈവിലോ ഒക്കെ ആക്കി കൊടുക്കാൻ. അത് കഴിഞ്ഞിട്ട് അവർക്ക് ഇതൊന്നും പറ്റുന്നില്ല, അവരവിടുന്ന് യൂട്യൂബിൽ നിന്ന് എടുത്ത് അയക്കുന്നു. അങ്ങനെയൊക്കെ ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് ചില ഉത്സവങ്ങളിലൊക്കെ. ഞാനിത് കണ്ടതുകൊണ്ട് പറയുന്നതാണ്. അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യം, ആദ്യമേ നമ്മൾ ഏത് അമ്പലത്തിലാണോ അത് ബുക്ക് ചെയ്യുക, സമയം തിട്ടപ്പെടുത്തി മനസ്സിലാക്കുക. അതിനുശേഷം നമ്മൾ അവതരിപ്പിക്കേണ്ട പ്രോഗ്രാമിൻ്റെ കൃത്യമായിട്ട് പാട്ടൊക്കെ കൃത്യമായിട്ട് 1, 2, 3 നമ്മുടെ ആ ക്രമത്തിൽ തന്നെ വേണം ഈ ഓപ്പറേറ്റർമാരെ കൊടുക്കാൻ. അല്ലെ അവരെ തെറി വിളിച്ചിട്ട് ഒരു കാര്യമില്ലെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പം നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. എവിടെയാണോ നിങ്ങൾക്ക് അവതരിക്കേണ്ട അവിടെ പോയി നിങ്ങൾ അപേക്ഷ വെക്കുക. ഇപ്പോഴേ പ്രിപ്പയർ ചെയ്ത് നന്നായിട്ട് ഭംഗിയായിട്ട് പ്രോഗ്രാം അവതരിപ്പിക്കുക. താങ്ക് യു. ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്.